ജി സുധാകരനെ കാണാൻ കെ.സി. വേണുഗോപാൽ വന്നത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. രാകേഷ് പറഞ്ഞോളൂ. അദ്ദേഹം വിവാദങ്ങൾക്കുള്ള ഒന്നുമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്ങനെ വേണം അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കാണാൻ രാകേഷ്? തീർച്ചയായും സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ നേതൃത്വത്തെ സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് പാർട്ടിയുമായി ഒരു ഏറ്റുമുട്ടലില്ല, ഞാൻ പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാവാണ് എന്നുള്ളതിന് തെളിവല്ലേ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എന്റെ പേര് പല വിവാദങ്ങളിലേക്കും ന്നതിന് ഇപ്പോഴുമുള്ള ഒരു തെളിവായി അദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബിബിൻ പറയുന്ന കാര്യങ്ങളിൽ അതിന് ഞാൻ എന്തിനാണ് മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങൾക്ക് ഞാൻ എന്തിനാണ് മറുപടി പറയേണ്ടത്? കെ.സി. വേണുഗോപാലുമായി വർഷങ്ങളായുള്ള വ്യക്തിപരമായ ബന്ധമുണ്ട്. അത്തരത്തിൽ അസുഖം വന്ന സമയത്ത് അദ്ദേഹം കാണാൻ വന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മൾ എടുത്തു ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമ്പലപ്പുഴ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഞാൻ ജീവിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന തരത്തിൽ തമാശയോടുകൂടിയാണ് അതിന് മറുപടി പറഞ്ഞത് സ്മൃതി. അതാണ്, അതിൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹത്തെ പൂർണ്ണമായും മാറ്റി നിർത്തിയിരിക്കുന്നു, ക്ഷണമില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പല വിഷയങ്ങളിലും പാർട്ടിയെ വിമർശിക്കുന്ന പ്രതികരണങ്ങൾ ഈ ഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ടി.ജെ. ആഞ്ചലോസിനെ പുറത്താക്കിയ രീതി ശരിയായില്ല എന്ന കാര്യം, കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയാണെന്ന് ആഞ്ചലോസിനെ പുറത്താക്കിയത്, അതിൽ തനിക്ക് പങ്കില്ല എന്ന് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതുപോലെ CPMയുടെ പ്രായപരിധി സംബന്ധിച്ചും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. 75 വയസ്സ്, ആ പ്രായപരിധിയിലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ആ പ്രായപരിധി എന്ന നിബന്ധന ശരിയാണോ എന്നൊരു ചോദ്യം അദ്ദേഹം പാർട്ടിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയ സമ്മേളനത്തിൽ നിന്നും പൂർണ്ണമായി അദ്ദേഹത്തെ ഒഴിവാക്കുന്ന സാഹചര്യം, അവിടെ ആലപ്പുഴയിൽ വലിയ രീതിയിൽ വിഭാഗീയത നിലനിൽക്കുമ്പോൾ ആ വിഭാഗീയതയുടെ ഭാഗമായി ജി സുധാകരനെ പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്നുള്ള വിലയിരുത്തലും ഒരു വശത്ത് വരികയാണ്. അപ്പോൾ ഇനി വിവാദ പ്രതികരണങ്ങൾക്കില്ല എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ജി സുധാകരൻ നൽകിയിരിക്കുന്നത്. ഇന്നലെ അമ്പലപ്പുഴയിൽ നിന്നും BJPയിലേക്ക് പോയ വിപിൻ സി ബാബു അതിനിടയ്ക്ക് ജി സുധാകരൻ്റെ പേരും ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ പാർട്ടിയിൽ വലിയ രീതിയിൽ അവഗണന നേരിടുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒന്ന് ജി സുധാകരനാണ് എന്നാണ് ബിപിൻ പറഞ്ഞത്. അപ്പോൾ ബിപിൻ പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ബിപിനും താനും ഒരേ രീതിയിൽ കാണേണ്ടതില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. BJPയിലേക്ക് പോയിരിക്കുകയാണ് ബിപിൻ. അതിനെ എല്ലാ തരത്തിലും തള്ളിക്കൊണ്ട് കെ. സുരേന്ദ്രൻ്റെ പ്രതികരണത്തെയൊക്കെ അതിന് ഞാനാണോ മറുപടി പറയേണ്ടതെന്ന് അദ്ദേഹം അല്പം രോഷത്തോടു കൂടി തന്നെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അനാവശ്യ വിവാദം ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. ഏതായാലും മുതിർന്ന CPM നേതാവ് ജി സുധാകരനെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തിയ ഒരു സമയത്താണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തെ സന്ദർശിച്ചത് എന്നതാണ് ഇതിലെ രാഷ്ട്രീയ കൗതുകം. പക്ഷേ കെ.സിയും പ്രതികരിച്ചത് വർഷങ്ങളായുള്ള സൗഹൃദമാണ്, ഒരുമിച്ചുണ്ടായിരുന്നതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൂടിക്കാഴ്ച എന്ന രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതി എന്ന് കെ.സി. വേണുഗോപാലും പറയുന്നു. പക്ഷേ രാകേഷ്, ഇപ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ ഇന്നത്തെ സന്ദർശനം, ഇന്ന് തന്നെ ലീഗ് പ്രവർത്തകർ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ ക്യാമ്പയിനുമായി അദ്ദേഹത്തെ കാണുന്നു. ഇത് ഈ രണ്ട് കാര്യങ്ങളും ഒരേ ദിവസം തന്നെ നടക്കുന്നത് യാദൃശ്ചികമാണോ? തീർച്ചയായിട്ടും യാദൃശ്ചികമാണ് എന്ന് കരുതാൻ വയ്യ. പക്ഷേ അതേസമയം തന്നെ ജി സുധാകരൻ എടുക്കുന്ന ഒരു നിലപാട് ഇതിനകത്ത് ശ്രദ്ധേയമാണ്. കാരണം പാർട്ടിക്കെതിരെ ഒന്നും തന്നെ കൃത്യമായി പറയുന്നില്ല. അതേസമയം തന്നെ പാർട്ടി ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെയുള്ള ബിപിൻ സി ബാബുവിന്റെ മാറ്റം, BJPയിലേക്കുള്ള മാറ്റം, ഇത് സംബന്ധിച്ച ചോദ്യത്തിന് അതിന് ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ ഒറ്റ വരിയിൽ തന്നെ നിർത്തുന്നു. അതായത് ജില്ലാ നേതൃത്വത്തോടുള്ള പാർട്ടിയിലെ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാത്തതിനുള്ള ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ജില്ലാ നേതൃത്വത്തിന് വിമർശനങ്ങളായി തന്നെ തുടരുന്നുണ്ട്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തരത്തിലുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണവും നടത്തേണ്ടതില്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടാണ്. കാരണം ഇന്ന് രാവിലെയും ഈ ചന്ദ്രിക ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെത്തിയ സമയത്ത് അദ്ദേഹം അത്തരത്തിലൊരു വിവാദത്തിനില്ല എന്നുള്ളത് തന്നെ നമ്മളോട് അനൌദ്യോഗികമായി തന്നെ സംസാരിക്കുകയുണ്ടായി. ഞാൻ മുൻപും പലതരത്തിലുള്ള ക്യാമ്പയിനുകളിലും മറ്റുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതായത് BJPക്ക് അത് വലിയ തരത്തിലുള്ള ഗുണം ചെയ്യും. ഇന്നലെയുള്ള ബിപിൻ സി ബാബുവിന്റെ പരാമർശവും അതിനെ തുടർന്നുള്ള ഈ നീക്കവും എന്നുള്ളത് കൊണ്ടും, അതായത് അസംതൃപ്തർ ഇനിയുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്ന് ജി സുധാകരൻ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് ഭയന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടികളിൽ നിന്ന് മാറി നിന്നുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ സമയത്ത് തന്നെയാണ് കെ.സി. വേണുഗോപാലിന്റെ സന്ദർശനം ഉണ്ടാകുന്നതും. എന്നാൽ രാഷ്ട്രീയമായി ഈ നീക്കത്തെ കാണേണ്ടതില്ല എന്ന തരത്തിൽ തന്നെ ജി സുധാകരൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പാർട്ടിക്ക് എന്തെങ്കിലും അവമതിപ്പുണ്ടാക്കുന്ന, പ്രത്യേകിച്ച് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നു, ആ ഘട്ടത്തിൽ അങ്ങനെ നീങ്ങേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാടെന്ന് നമുക്ക് വ്യക്തമാണ്.
ശരി, ഒന്നുകൂടി കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം കാണാം. ജി സുധാകരനെ കണ്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. സൗഹൃദ സന്ദർശനം മാത്രം, രാഷ്ട്രീയമായി ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. രാഷ്ട്രീയമായിട്ട് എതിർപ്പ് ഉണ്ടെങ്കിലും സൗഹൃദമുണ്ട്. അപ്പോൾ ഇന്നൊന്ന് അദ്ദേഹത്തെ കാണാൻ വന്നു, അത്രയേ ഉള്ളൂ. സൗഹൃദ സന്ദർശനം എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. രാകേഷ് നേരത്തെ പറഞ്ഞ പോലെ സാധാരണ പാർട്ടി പ്രവർത്തകനായി തുടരും എന്നാണ് ജി സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നടത്തിയ വിവാദ പ്രതികരണങ്ങൾ ഈ സമ്മേളന കാലയളവിൽ ഇനിയൊരു വിവാദത്തിനില്ല എന്ന് അദ്ദേഹം വ്യക്തമായ സൂചന നൽകുന്നു. പക്ഷേ പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു എന്ന് തന്നെ കാണേണ്ടേ? ഇപ്പോൾ അവിടുത്തെ ജില്ലാ നേതൃത്വം ഈ സമ്മേളനത്തിൽ നിന്നും അദ്ദേഹം മാറ്റി നിർത്തിയതിനെ കുറിച്ച് ഏതെങ്കിലും രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചിരിയിലൊതുക്കുകയും എന്നെ ജീവിച്ചു പോകാൻ അനുവദിക്കണം എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനാകുന്നത് CPM-ന്റെ സംസ്ഥാന നേതാക്കൾ ആരെങ്കിലും അദ്ദേഹത്തെ ബന്ധപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സംസാരമുണ്ടാവുകയും ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവിലുള്ള അല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള പ്രതികരണങ്ങൾ, പാർട്ടിയിലെ ക്രിമിനൽ വൽക്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുള്ള തുറന്നു പറച്ചിലുകൾ, ചില നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഒളിയമ്പുകൾ, ഇതെല്ലാം തന്നെ അദ്ദേഹം നേരത്തെ നിർബാധം നടത്തിയിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. CPM-നെ സംബന്ധിച്ച്, ആലപ്പുഴയിലെ CPM-നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്നലെയുള്ള ബിപിൻ സി ബാബുവിന്റെ BJP-യിലെ പ്രവേശനം, അതുണ്ടാക്കാൻ പോകുന്ന അനുരണനങ്ങൾ, ഇനി എന്തൊക്കെയായിരിക്കും അതിനെ തുടർന്നുള്ള നടപടികൾ, അല്ലെങ്കിൽ ഇനിയും അസ്വസ്ഥർ പുറത്തേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ CPM-നെ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ CPM നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് മിക്കവാറും ജി സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ അദ്ദേഹം ഇത്ര മയപ്പെട്ടുകൊണ്ട് ചന്ദ്രികയുടെ ഈ പരിപാടിയിൽ നിന്ന്, മുന്നേ തീരുമാനിച്ച പരിപാടിയിൽ നിന്ന്, ഇന്ന് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ, നസീർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നെങ്കിലും ആ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യം, ഒപ്പം തന്നെ കെ.സി. വേണുഗോപാലിന്റെ സന്ദർശനത്തിന് ശേഷമുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ എന്തിനാണ് എന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് എന്നത് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു. ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ചിരിച്ചൊഴിഞ്ഞു മറന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പ്രായവുമായി ബന്ധപ്പെട്ടതാണ്. പ്രായവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പാർട്ടി എടുത്തുള്ള ഒരു നിലപാടാണ്. ആ നിലപാടിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞൊഴിയുന്നത്. അതേസമയം അദ്ദേഹത്തിന് ജില്ലയിലെ പാർട്ടിയിലെ പല ആളുകളോടും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിലുള്ള വിയോജിപ്പുണ്ട്. അത് പ്രകടിപ്പിക്കാൻ പക്ഷേ പരസ്യമായി അദ്ദേഹം തയ്യാറാകുന്നില്ല. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടെയാവണം അദ്ദേഹം അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. താനൊരു മുതിർന്ന CPM നേതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. തനിക്ക് കിട്ടുന്ന, തന്റെ ഇത്രയും കാലത്തെ കരിയറിലെ സേവനത്തിന് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്റെ പേര് ഇത്തരം വിവാദങ്ങളിലേക്ക് വരാനുള്ള കാരണവും. ഏതായാലും കെ.സി. CPM-ലേക്ക് വരുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. ഏതായാലും പോകാൻ പരിഹാസത്തോടു കൂടി മാധ്യമങ്ങളോട് പ്രതികരിച്ച് അങ്ങനെയാണ് കെ.സി. CPM-ലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഏതായാലും